Hello and welcome to another exciting episode of Groww Malayalam. Intraday ട്രേഡിങ്ങിനായി എങ്ങനെയാണ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. കാരണം ഇൻവെസ്റ്റിങ്ങും ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഓരോ ആഴ്ചയും നമ്മൾ ഈ ചാനലിലൂടെ നിരവധി വീഡിയോകളായി അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോയും മിസ്സാവാതെ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. വൺസ് അഗൈൻ വെൽക്കം ടു ഗ്രോ മലയാളം ആൻഡ് ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്ന് വളരെ ചുരുക്കി പറയാം. ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ഒരേ ട്രേഡിംഗ് ഡേ തന്നെ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഡെലിവറി ട്രേഡിംഗ് എന്നൊന്നുകൂടിയുണ്ട്. ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിയുമ്പോൾ അത് അന്നേ ദിവസം തന്നെ വിൽക്കാതെ അതിൽ കൂടുതൽ ദിവസം നമ്മുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് നടത്തുന്ന ട്രേഡിംഗ് ആണ് ഡെലിവറി ട്രേഡിംഗ്. ഡെലിവറി ട്രേഡിംഗ് നടത്തുമ്പോൾ നമ്മുടെ ആ സ്റ്റോക്ക്, നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്, ഡെലിവർ ആകുന്നുണ്ട്. അതേസമയം ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയർ വാങ്ങുന്നതിന് വേണ്ടി ഒരു ഇൻട്രാഡേ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മളത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നില്ല. പകരം ഒരു ബൈയിങ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അന്നേ ദിവസം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എത്തുമ്പോൾ വിൽക്കാനുള്ള സെൽ ഓർഡറും നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മളായിട്ട് സെൽ ഓർഡർ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള സ്റ്റോക്ക് പ്രൈസ് എത്രയാണോ ആ വിലക്ക് ഷെയർ ഓട്ടോമാറ്റിക്കലി വിൽക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഒരൊറ്റ ദിവസം തന്നെ ഒരു സ്റ്റോക്കിന് അതിൻ്റെ വിലയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കുറഞ്ഞ വിലക്ക് ആ ഷെയർ സ്വന്തമാക്കുകയും അന്നേ ദിവസം തന്നെ കൂടിയ വിലക്ക് അത് വിറ്റുകൊണ്ട് ലാഭമുണ്ടാക്കുകയുമാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ലക്ഷ്യം. ഇവരെ ഡേ ട്രേഡേഴ്സ് എന്നും വിളിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് കൂടിയ വിലക്ക് വിൽക്കാനുള്ള ഒരു ഓർഡർ ആദ്യം പ്ലേസ് ചെയ്യുകയും പിന്നീട് അന്നേ ദിവസം വില കുറയുമ്പോൾ ആ ഷെയർ വാങ്ങാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്ന പരിപാടി. ഇതിലേത് തന്നെയായാലും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നടക്കുന്നത് ഒരു സ്ക്വയർ ഓഫ് ട്രാൻസാക്ഷൻ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വിൽപ്പനയും നടക്കും. ഇനി വിറ്റിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അത് വാങ്ങിയേ പറ്റൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ, ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിന് അനുയോജ്യമായ ശരിയായ സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തേ പറ്റൂ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ സ്ക്വയർ ഓഫ് നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് വിജയകരമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില സജഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുമ്പോൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് പോയിന്റ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഡെലിവറി ട്രേഡിങ്ങിലേതുപോലെ സ്റ്റോക്കുകൾ ദീർഘനേരത്തേക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നത് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ തെറ്റായ തീരുമാനം പോലും ഭീകരമായ നഷ്ടമുണ്ടാക്കിയേക്കാം എന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. ഒരു സ്റ്റോക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കണമെങ്കിൽ ആ സ്റ്റോക്കിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഹൈ ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കണം. അതായത് വില ഒരേ നിലയിൽ തന്നെ തുടരാതെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വൊളറ്റിലിറ്റി കാണിക്കുന്നതായിരിക്കണം എന്നും പറയാം. അപ്പോഴാണ് കുറഞ്ഞ വിലക്ക് വാങ്ങി ഉയർന്ന വിലക്ക് വിൽക്കാനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാർക്കറ്റ് ട്രെൻഡ്സ് ഉണ്ടായിരിക്കണം എന്നതാണ്. ആ സ്റ്റോക്ക് ഉൾപ്പെടുന്ന സെക്ടറിന് അനുകൂലമായ ട്രെൻഡുകൾ ഉണ്ടായിരിക്കണം. പിന്നെ മൊമെൻറ്റം സ്റ്റോക്കുകളായിരിക്കണം അവ. ഒപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസ്. ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓരോന്നായി നമുക്ക് വിശദീകരിക്കാം. നമുക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് തുടങ്ങാം. ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളിക്കച്ചവടത്തിന് ഇറങ്ങിയെന്ന് വിചാരിക്കാം. ഈ കച്ചവടത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, ലാഭം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മുടെ കച്ചവട ചരക്കായ ഉള്ളിയുടെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് അതിൻ്റെ വില മുകളിലേക്കും താഴേക്കും പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഓവറോൾ മാർക്കറ്റ് നന്നായി പോകുന്നു, അതുപോലെ ഉള്ളിയുമായി ബന്ധപ്പെട്ട സെക്ടർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉറപ്പിക്കാനുള്ള ഇനഫ് ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് കൂടാതെ അടുത്ത കാലങ്ങളിലായി ഉള്ളിക്കച്ചവടത്തിന് അനുകൂലമായ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം.
ഈ ഘടകങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ഉള്ളിക്കച്ചവടത്തിൽ നിന്നും ലാഭമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഇൻട്രാഡേ ട്രേഡിങ്ങിനായി നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും ഈ അപ്രോച്ച് തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് ഇതിലെ ഓരോ ഫാക്ടേഴ്സും എടുത്ത് വിശദീകരിക്കാം. ഒന്നാമത്തെ ഫാക്ടർ ലിക്വിഡിറ്റി. ഏതൊരു പോയിന്റിൽ വെച്ചും സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും പാകത്തിൽ ഉയർന്ന ലിക്വിഡിറ്റി ഉണ്ടായിരിക്കുക എന്നതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് അനുയോജ്യമായ സ്റ്റോക്കുകൾക്ക് വേണ്ട ഒരു ഗുണം. ഉയർന്ന ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ആ സ്റ്റോക്കുകളുടെ വോളിയം വളരെ കൂടുതലായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കാതെ തന്നെ ട്രേഡിങ്ങിനായി സ്റ്റോക്കുകളുടെ ലാർജ് ക്വാണ്ടിറ്റി വാങ്ങാനും വിൽക്കാനുമാവും നമുക്ക്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹൈ ലിക്വിഡിറ്റി കാണിക്കുന്ന സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് നമ്മൾ വാങ്ങേണ്ടത്. പക്ഷേ അങ്ങനെ ഹൈ ലിക്വിഡ് സ്റ്റോക്സ് തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ വില ഓരോ ലെവലിലേക്ക് മാറുമ്പോഴും അതിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെയൊക്കെ ചേഞ്ച് ആകുന്നു എന്നതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ചില സ്റ്റോക്കുകൾ അതിൻ്റെ വില കുറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റി കാണിക്കുകയും പിന്നീട് വില വേറെ ഒരു ലെവലിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വോളിയം കുറയുകയും ലോ ലിക്വിഡിറ്റി കാണിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഈ കാര്യം നന്നായി മനസ്സിലാക്കുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനായി ഒരു സ്റ്റോക്ക് ഏറ്റവും മികച്ച സമയത്ത് വാങ്ങാനും വിൽക്കാനും നമ്മളെ സഹായിക്കും. അടുത്ത ഫാക്ടർ വോളറ്റിലിറ്റി, മീഡിയം ടു ഹൈ വോളറ്റിലിറ്റി. ഒരു ഡേ ട്രേഡർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അയാളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴാണല്ലോ. വിലയിലുള്ള ഈ ഉയർച്ച താഴ്ചകളെയാണ് വോളറ്റിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അയാളുടെ പ്രതീക്ഷയ്ക്ക് എതിരായി വില മാറിയാൽ ചിലപ്പോൾ നല്ല നഷ്ടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് വോളറ്റൈൽ ആണെങ്കിലാണ് കൂടുതൽ ഇൻട്രാഡേ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും അനുകൂലമായ പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ ലാഭം ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഉയർന്ന വോളറ്റിലിറ്റി കാണിക്കുന്ന സ്റ്റോക്കുകൾ ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായി പെരുമാറിയേക്കാം. വില കുത്തനെ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത്. മിക്ക ഇൻട്രാഡേ ട്രേഡേഴ്സും പ്രിഫർ ചെയ്യാറുള്ളത് വിലയിൽ 3 to 5% താഴോട്ടോ മുകളിലോട്ടോ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്ന സ്റ്റോക്കുകളാണ്. ഇതൊരു റൂളൊന്നുമല്ല, കൂടുതൽ ഡേ ട്രേഡേഴ്സും ഇത്തരം വോളറ്റിലിറ്റി ആണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് മാത്രം. ഇനി തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മാർക്കറ്റ് ട്രെൻഡ്സ്. സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടകങ്ങളും മറ്റു ചില ഫാക്ടേഴ്സും ഒക്കെ മാർക്കറ്റ്സിനെ ഉയർച്ചയിലേക്കോ താഴ്ചയിലേക്കോ മൂവ് ചെയ്യാറുണ്ടല്ലോ. മാർക്കറ്റിന്റെ ഈ ചലനം അനുസരിച്ച് സ്റ്റോക്കുകൾക്കും പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ടെന്ന് നമുക്കറിയാം. അതായത് മാർക്കറ്റ്സ് ഉയരുമ്പോൾ സ്റ്റോക്ക് പ്രൈസും ഉയരുകയോ താഴുകയോ ചെയ്യാം. അതുകൊണ്ട് മാർക്കറ്റും സ്റ്റോക്കുകളും തമ്മിലുള്ള ഈ കോ റിലേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇൻട്രാഡേ ട്രേഡിനായി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാവൂ. ഇനി ഫോർത്ത് പോയിന്റ്, സെക്ടർ ട്രെൻഡ്സ്. മാർക്കറ്റിനെ നമുക്ക് പല സെക്ടേഴ്സായി തരംതിരിക്കാനാകും, ഇൻക്ലൂഡിംഗ് ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗൂഡ്സ് ആൻഡ് ബാങ്കിങ്. ഒരു ഇൻട്രാഡേ ട്രേഡർ ഈ എല്ലാ സെക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് കൃത്യമായി ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരു സെക്ടർ അല്ലെങ്കിൽ ഒന്നിലധികം സെക്ടേഴ്സ് കുറച്ചധികം മാസങ്ങളിലായി കൺസോൾട്ടേറ്റ് ചെയ്തു വരികയാണ് എന്നും ബ്രേക്ക് ഔട്ട് ആവാൻ റെഡിയായി ഇരിക്കുകയാണെന്നും തോന്നിയാൽ ആ സെക്ടറിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ ഒരു റേഞ്ചിനകത്ത് തന്നെ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ബിസിനസ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ റേഞ്ചിന് പുറത്തേക്ക് ട്രേഡ് കടക്കുന്നതിനെയാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് വളരെ നല്ല ഗെയിൻ നേടിയെങ്കിലും ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് അടങ്ങിയിട്ടുള്ള സെയിം സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനായി. കാരണം ഒരേ സെക്ടറിലായതുകൊണ്ട് ഈ സ്റ്റോക്കും ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിൽ എത്തി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഫിഫ്ത്ത് പോയിന്റ്, മൊമെന്റം ഓഫ് സ്റ്റോക്സ്. മൊമെന്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്കിന്റെ വില ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന വേഗതയാണ്. ദ സ്പീഡ് ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓവർ ടൈം. ഒരു സ്റ്റോക്കിന്റെ മൊമെന്റം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രൈസിന്റെ അപ്വാർഡ് അല്ലെങ്കിൽ ഡൗൺവാർഡ് ട്രെൻഡ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. സ്ട്രോങ് മൊമെന്റം കാണിക്കുന്ന സ്റ്റോക്കുകളെ മൊമെന്റം സ്റ്റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഡേ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ് ഗോയിങ് ലോങ് അതുപോലെ ഗോയിങ് ഷോർട്ട് എന്നിവ. എന്താണ് ഇത് രണ്ടും എന്ന് നമുക്ക് വിശദീകരിക്കാം. ഗോയിങ് ലോങ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ വില മുകളിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് അപ്പോൾ സ്റ്റോക്ക് വാങ്ങുകയും പിന്നീട് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഗോയിങ് ലോങ് എന്ന് വിളിക്കുന്നത്. ഗോയിങ് ഷോർട്ട് എന്ന് വിളിക്കുന്നത് സ്റ്റോക്കിൻ്റെ വിലയിൽ ഒരു ഡൗൺവാർഡ് ട്രെൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതായത് താഴും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ആദ്യം സെൽ ഓർഡർ കൊടുക്കുകയും
പിന്നീട് ആ സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അതാണ് ഗോയിങ് ഷോർട്ട്. ഈ രണ്ട് വഴിയിലൂടെയും ലാഭമുണ്ടാക്കാൻ വേണ്ടി മൊമെൻറ്റം സ്റ്റോക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ടെക്നിക്കൽ അനാലിസിസ്. ഒരു സ്റ്റോക്കിൻ്റെ ബൈ ഓർ സെൽ സിഗ്നൽസ് മനസ്സിലാക്കാൻ വേണ്ടി ടെക്നിക്കൽ അനാലിസിസ് നടത്താനുള്ള പല സ്ട്രാറ്റജികളുണ്ട്. സ്റ്റോക്ക് പ്രൈസസിൽ ഗ്യാപ്പുകൾ കാണിക്കുന്ന സ്റ്റോക്കുകൾ എടുക്കുക. ഈ ഗ്യാപ്പുകൾ ഡേ ട്രേഡേഴ്സിനുള്ള ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ കണ്ടെത്താനും ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനായി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ചില പോയിന്റുകൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഫാക്ടേഴ്സ്. എന്ത് തന്നെ ആയാലും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ സ്റ്റോക്ക് ട്രേഡിങ്ങിനായി തിരഞ്ഞെടുക്കുക എന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ അതിന് നിങ്ങളെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജി കാലക്രമേണ സ്വയം കണ്ടെത്താനുമാകും. എന്തായാലും ഇമോഷൻസിൻ്റെ പുറത്തല്ല, മറിച്ച് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.